ഹായ് ഫ്രണ്ട്സ്, ഉയർന്ന കൊളസ്ട്രോൾ സാധാരണയായി വ്യക്തമായ ലക്ഷണങ്ങൾ ഇല്ല. ഇതിനെ നിശബ്ദ കൊലയാളി എന്ന് വിളിക്കാറുണ്ട്. എന്നാൽ നടത്തം പോലെയുള്ള ശാരീരിക പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിക്കുന്നതിൻ്റെ ചില ലക്ഷണങ്ങൾ കാണാനാകും. ഇത് പെരിഫറൽ ആർട്ടറി ഡിസീസ് അഥവാ PAD വഴി തിരിച്ചറിയാനാകും. എന്നാണ് പെരിഫറൽ ആർട്ടറി ഡിസീസിയുടെ ലക്ഷണങ്ങൾ. 1. ഇടവിട്ടുള്ള ക്ലോഡിക്കേഷൻ. നടക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ കാലുകളിലോ കൈകളിലോ പേശികളിൽ വേദനയോ ഞെരുക്കമോ അനുഭവപ്പെടും. കുറച്ച് സമയം വിശ്രമിച്ചാൽ ഈ വേദന മാറും. ഇതിനെ ഇടവിട്ടുള്ള ക്ലോഡിക്കേഷൻ എന്ന് വിളിക്കുന്നു. ശാരീരിക പ്രവർത്തനങ്ങൾ സമയത്ത് പേശികൾക്ക് ആവശ്യമായ ശക്തപ്രവാഹം ലഭിക്കാത്തതാണ് ഇതിന് പ്രധാന കാരണം. 2. കാലിലെ വേദന. ഉയർന്ന കൊളസ്ട്രോൾ മൂലം ധമനികൾ ഇടുങ്ങുകയോ അടയുകയോ ചെയ്യുന്നത് കാലുകളിലെ പേശികൾക്ക് ആവശ്യമായ ഓക്സിജൻ കുറയ്ക്കുന്നു. ഇത് കാലുകളിൽ വേദന, ബലഹീനത, നിതംബത്തിലോ തുടകളിലോ വേദന എന്നിവയ്ക്ക് കാരണമാകും. പ്രത്യേകിച്ച് നടക്കുമ്പോൾ അല്ലെങ്കിൽ പടികൾ കയറുമ്പോൾ ഈ വേദന തീവ്രമാകും. 3. പേശികളിലെ ബലഹീനത. ധമനികളുടെ സങ്കോചം മൂലം കാലുകളിലെ പേശികൾക്ക് ആവശ്യമായ രക്തപ്രവാഹം കുറയുന്നു. ഇത് പേശികളുടെ ബലഹീനതയ്ക്ക് കാരണമാകുന്നു. ഇത് നടത്തത്തിൻ്റെ സന്തുലിതാവസ്ഥയെയും ദീർഘനേരം നിൽക്കുന്നതിനെയും ബാധിക്കുന്നു. 4. കാലുകളിൽ തണുപ്പ് അനുഭവപ്പെടുക. രക്തചംക്രമണം കുറയുന്നത് മൂലം ഒരു കാലിൽ മറ്റേതിനെ അപേക്ഷിച്ച് തണുപ്പ് അനുഭവപ്പെടാം. നടക്കുമ്പോൾ അല്ലെങ്കിൽ അതിനുശേഷം ഈ തണുപ്പ് കൂടുതൽ ശ്രദ്ധേയമാകും. ചിലപ്പോൾ കാലുകളുടെ നിറം വിളറിയോ നീലയോ ആകാം. 5. കാലുകളിലെ മരവിപ്പ്. രക്തചംക്രമണം കുറയുന്നത് മൂലം കാലുകളിലോ കാൽവിരലുകളിലോ മരവിപ്പോ ഇക്കിളിപ്പോ അനുഭവപ്പെടാം. ഇത് പ്രത്യേകിച്ച് ശാരീരിക പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധേയമാകും. 6. നിറം മാറ്റം. കാലുകളിലെ നിറം മാറാം. ഇത് ഇളം നിറമോ നീല കലർന്ന നിറമോ ആകാം. ഇത് രക്തപ്രവാഹം കുറയുന്നതിൻ്റെ ലക്ഷണമാണ്. ഈ നിറം മാറ്റം തുടർന്നാൽ അത് ഗുരുതരമായ രക്തപ്രവാഹക്കുറവിൻ്റെ സൂചനയാകാം. 7. മുറിവുകൾ സുഖപ്പെടൽ താമസിക്കുക. ഉയർന്ന കൊളസ്ട്രോൾ മൂലം രക്തചംക്രമണം കുറയുന്നത് മുറിവുകൾ സുഖപ്പെടാൻ കാലതാമസം ഉണ്ടാക്കുന്നു. ചിലപ്പോൾ മുറിവുകൾ സുഖപ്പെടാതെ അൾസർ ആകാനും സാധ്യതയുണ്ട്. ഉയർന്ന കൊളസ്ട്രോൾ, PAD എന്നിവയുടെ സാധ്യത കുറയ്ക്കാനുള്ള വഴികൾ. 1. പതിവായ പരിശോധന. കൊളസ്ട്രോൾ അളവ് പതിവായി പരിശോധിക്കുന്നത് മൂലം നമുക്ക് വലിയ അളവോളം പരിഹാരം കാണാൻ കഴിയും. 2. ആരോഗ്യകരമായ ഭക്ഷണക്രമം. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, ലീൻ പ്രോട്ടീൻ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. സാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ നിയന്ത്രിക്കുക. 3. ശാരീരിക വ്യായാമം. നടത്തം പോലെയുള്ള വ്യായാമങ്ങൾ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തും. 4. പുകവലി നിരോധനം. പുകവലി നമ്മുടെ ധമനികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതിനാൽ ഇത് ഒഴിവാക്കുകയാണ് വേണ്ടത്. അടുത്തത് ശരീരഭാരം നിയന്ത്രിക്കുക. അമിതഭാരം നമുക്കുണ്ടെങ്കിൽ അത് നമ്മൾ നിയന്ത്രിക്കുന്നതിലൂടെ നല്ലൊരളവോളം നമുക്ക് പരിഹാരം കാണാൻ കഴിയും. ഉയർന്ന കൊളസ്ട്രോൾ ഒരു നിശബ്ദ രോഗമാണ്. എന്നാൽ ശരിയായ ജീവിതശൈലി മാറ്റങ്ങളിലൂടെ ഇതിനെ നിയന്ത്രിക്കാനാവും. പതിവ് പരിശോധനകളും ആരോഗ്യകരമായ ജീവിതശൈലിയും ഈ പ്രശ്നങ്ങൾ തടയാൻ സഹായിക്കും.